നമസ്കാരം. യാദവകുലത്തിലെ തമ്മിൽ തല്ല് തീരുന്നില്ല, കൂടുതൽ രൂക്ഷമാകുന്നു. സമാജ്വാദി പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. സമാജ്വാദി പാർട്ടിയിൽ മുലായം സിംഗ് യാദവ് വിഭാഗവും അഖിലേഷ് യാദവ് വിഭാഗവും പാർട്ടി ചിഹ്നത്തിനായി അവകാശ തർക്കത്തിൽ. മുലായം സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് സൈക്കിൾ ചിഹ്നത്തിൽ അവകാശം ഉന്നയിച്ചു. അതേസമയം അഖിലേഷ് ക്യാമ്പിന് വേണ്ടി രാംഗോപാൽ യാദവ് നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. സമാജ്വാദി പാർട്ടി പിളർപ്പിന്റെ വക്കിൽ എത്തി നിൽക്കെയാണ് മുലായം സിംഗ് ക്യാമ്പും അഖിലേഷ് യാദവ് ക്യാമ്പും സൈക്കിൾ ചിഹ്നം നേടാനായി നീക്കങ്ങൾ ശക്തമാക്കിയത്. ദില്ലിയിൽ മുലായം സിംഗ് യാദവിന്റെ വസതിയിൽ യോഗം ചേർന്നതിന് ശേഷം മുലായം, ശിവ്പാൽ യാദവ്, അമർ സിംഗ്, ജയപ്രദ എന്നിവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. സമാജ്വാദി പാർട്ടിയുടെ തലവൻ ഇപ്പോഴും മുലായം സിംഗ് ആണെന്നും ചിഹ്നത്തിലുള്ള അവകാശം ഔദ്യോഗിക പക്ഷത്തിനാണെന്നും ഇവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള രേഖകൾ പ്രകാരം സൈക്കിൾ ചിഹ്നത്തിന്റെ ഉടമസ്ഥാവകാശം മുലായം സിംഗ് അധ്യക്ഷനായ സമാജ്വാദി പാർട്ടിക്കാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ദേശീയ കൺവെൻഷനിൽ നേതൃത്വം മാറിയെന്നും ചിഹ്നം വേണമെന്നുമാണ് അഖിലേഷ് യാദവ് പക്ഷം വാദിക്കുന്നത്. ചിഹ്നത്തിന്റെ അവകാശം ഉന്നയിച്ച് രാംഗോപാൽ യാദവ് നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. ദേശീയ കൺവെൻഷന്റെ വീഡിയോ ദൃശ്യങ്ങളും കൺവെൻഷൻ പാസാക്കിയ പ്രമേയത്തിന്റെ പകർപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് ഇരുവിഭാഗവും ചിഹ്നത്തിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിഹ്നം ആർക്കും അനുവദിക്കാതെ മരവിപ്പിക്കുക എന്ന നടപടിയിലേക്ക് കമ്മീഷൻ കടന്നേക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ഗോപി കടവള്ളൂരിനൊപ്പം എം സന്തോഷ്. യു പി രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ ആദ്യം പരിശോധിക്കുന്ന ആദ്യഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ ക്രിക്കറ്റിനെ ശുദ്ധീകരിക്കാൻ സുപ്രീം കോടതിയുടെ പരമപ്രധാന വിധി. രണ്ട് വിഷയങ്ങൾ പരിശോധിക്കുന്നു. ഇപ്പോൾ യു പി വിഷയത്തിൽ KVS ഹരിദാസ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം ഷാജി ജോസഫ് മാധ്യമപ്രവർത്തകൻ, PV തോമസ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈനിലും നമ്മോടൊപ്പം പങ്കുചേരും. അതിഥികളിലേക്ക് എത്തും മുൻപ് ചെറിയൊരു ഇടവേള. ശ്രീ ഷാജി ജോസഫിലേക്ക് ആദ്യം. എങ്ങനെ കാണുന്നു? നമ്മൾ ആലങ്കാരികമായിട്ടൊക്കെ പറയാറുണ്ട് യാദവ കുലം മുടിഞ്ഞു പോകും, അല്ലെങ്കിൽ തമ്മിൽ തല്ലി തീരുമെന്നൊക്കെ ആലങ്കാരികമായി പറയാറുള്ളത് പോലെ യു പി രാഷ്ട്രീയം മാറുകയാണോ? താങ്കൾ എങ്ങനെ ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ യു പിയിൽ നിന്ന് വരുന്ന സാഹചര്യങ്ങളെ ഏത് രീതിയിൽ കാണുന്നു ശ്രീ ഷാജി ജോസഫ്? ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവിടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സംഭവിക്കേണ്ടത് തന്നെയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഭരണം നടത്തുന്ന സമാജ്വാദി പാർട്ടിയുടെ ശൈലി, പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന മുലായം സിംഗ് യാദവും അതുപോലെ തന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവും, അവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ ശൈലി എപ്പോഴും രണ്ട് വഴിക്കായിരുന്നു. രാഷ്ട്രീയത്തിൽ കുതന്ത്രങ്ങളും എല്ലാവിധ തരത്തിലുള്ള അടവുകളും പ്രയോഗിച്ച് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലെ അജയ്യനായി നിന്നിരുന്ന മുലായം സിംഗ് യാദവ് ഇന്ന് തൻ്റെ മകനിൽ കാണുന്നത് പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവിനെയാണ്, അല്ലെങ്കിൽ പുതിയ തലമുറയെ ചിന്തിക്കുന്ന രീതിയിൽ രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളെയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത് സമാജ്വാദി പാർട്ടി, നമ്മൾ ആലങ്കാരികമായി എന്ത് പറഞ്ഞാലും സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൻ്റെ ഒരു അഭിന്ന ഭാഗമായി തന്നെ തുടരും. അത് മുലായം സിംഗ് യാദവും അദ്ദേഹത്തിൻ്റെ മകനും തമ്മിൽ ഏത് രീതിയിലുള്ള ചേരിതിരിവുണ്ടായാലും, ഇന്നിപ്പോൾ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ BJPക്ക് ഏറ്റവും കനത്ത വെല്ലുവിളി ഉയർത്തുന്നതും 14 വർഷത്തിലെ അവരുടെ വനവാസത്തിന് ശേഷം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഭരണം അല്ലെങ്കിൽ അധികാരം കൈയടക്കാൻ നടത്തുന്ന ശ്രമവും, അതിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് സമാജ്വാദി പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് സമാജ്വാദി പാർട്ടിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ BJPയുടെ തിരിച്ചറിവ് ഏതാണ്ട് എളുപ്പമാകും എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. എന്നാൽ സമാജ്വാദി പാർട്ടിയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വന്നാൽ അത് BJPക്ക് എളുപ്പമാകുമെന്നൊരു കരുതലുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ്. പരിണിതപ്രജ്ഞനായ മുലായം സിംഗ് യാദവിനെ പോലെ ഒരു നേതാവ് തൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന സമയം
തൻ്റെ മകനിലൂടെയാണ് സംജാതമായിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ യാഥാർത്ഥ്യം മുലായം സിംഗ് യാദവ് ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം സംഘടനയുമില്ല, ഭരണവുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുലായം സിംഗ് യാദവിന് ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷം ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വവും ഉത്തർപ്രദേശിലെ ഭരണത്തിൻ്റെ നേതൃത്വവും തൻ്റെ മകനിലേക്ക് കൈമാറേണ്ട സ്ഥിതിയിലേക്ക് വരും. ഞാൻ താങ്കളിലേക്ക് ഒരു വെല്ലുവിളി ഉയർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ പി വി തോമസ് അങ്ങനെ തന്നെ ആണോ വിലയിരുത്തേണ്ടത്? കാരണം യു പി രാഷ്ട്രീയത്തിൽ നേരത്തെ ഷാജി ജോസഫ് സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ഒരു പാർട്ടി നെടുംതൂണാണ്. SP മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. BJPക്ക് വേണ്ടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും 14 വർഷത്തിന് ശേഷം ഒരു തിരിച്ചുവരവ് വലിയ അർത്ഥത്തിൽ പ്രതീക്ഷിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ ഈ ഒരു ആഭ്യന്തര യുദ്ധത്തിന് അതിൻ്റെ എത്ര സമയദൈർഘ്യം താങ്കൾ കാണുന്നു? സ്ഥിതിഗതികൾ ഗുരുതരമാണോ അതോ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഇന്നുള്ളൂ? സ്ക്രിപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്, ആസൂത്രിതമാണെന്നാണ് പറയുന്നത്, സ്റ്റേജ് മാനേജർ ആണെന്നാണ് പറയുന്നത്. മകനെ അവരോധിക്കാൻ വേണ്ടി അച്ഛൻ ചെയ്യുന്ന ഒരു ചില നാടകങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ രീതിയിൽ മുലായം സിംഗ് യാദവിനെ ഇതുപോലെ ക്ഷീണം പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം ഒരു പരസ്യ നാടകം കളിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഷാജി ജോസഫ് പറഞ്ഞോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഇപ്പോൾ മുലായം സിംഗ് യാദവിന്റെ കയ്യില് സംഘടനയില്ല, സ്ട്രക്ചർ ഇല്ല, MLA മാരില്ല, അതുപോലെ തന്നെ അണികളും ഉണ്ടാകാൻ സാധ്യതയില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ. കാരണം മുഖ്യമന്ത്രിയാണ് പാർട്ടിയുടെ ഇരിക്കുന്നത്, അത് തെളിയിച്ചു കഴിഞ്ഞു അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇത് പണ്ട് NTRും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ നടന്ന പോലുള്ള സംഭവം നടക്കുന്നത്. അതായത് NTRനെ ചന്ദ്രബാബു നായിഡു സൂത്രത്തില് അധികാരത്തിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞിട്ട് NTR ആന്ധ്ര മുഴുവൻ സിംഹഗർജൻ എന്ന് പറഞ്ഞൊരു റാലി നടത്താൻ ശ്രമിച്ചു. നടന്നില്ല, 1 or 2 നടന്നുള്ളൂ. കാരണം ആരുമില്ല, സ്ട്രക്ചർ പാർട്ടിയുടെ അദ്ദേഹത്തിന് ഇല്ല, സംഘടനയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് അത് തന്നെയാണ് മുലായം സിംഗ് യാദവിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആ സംഭവിച്ചിരിക്കുന്ന കാര്യത്തില് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു പെട്രിയാർക്ക് എന്ന നിലയിൽ ആ പാർട്ടിയുടെ ഒരു തലതൊട്ടപ്പനായിട്ട് ഫാദർ ഫിഗറായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും അദ്ദേഹം നല്ലത്. അതായത് അദ്ദേഹം ജനുവരി 5-ാം തീയതി ഒരു നാഷണൽ കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പരിപൂർണമായിട്ട് എക്സ്പോസ്ഡ് ആയി പോകാൻ പോവുകയാണ്. കാരണം ഈ ചിഹ്നം എന്ന് പറയുന്നത് ഇതാണ്. ഇലക്ഷൻ കമ്മീഷൻ മരവിപ്പിക്കുകയാണ്. അത് സന്തോഷം പറഞ്ഞ പോലെ അത് മരവിപ്പിക്കുകയുള്ളൂ. അതാണ്. കാരണം ഒരു വിചാരണയ്ക്കൊന്നുള്ള സമയം നീങ്ങിയില്ല. കാരണം ഇലക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആർക്കും കിട്ടുകയില്ല. ഇവർ 2 പേർക്കും മുലായം സിംഗ് യാദവ് വേറെ പാർട്ടിയും മറ്റേ അഖിലേഷ് യാദവ് വേറെ പാർട്ടിയാണെങ്കിൽ പുതിയ ചിഹ്നങ്ങൾ വേണ്ടി വരും. പുതിയ ചിഹ്നത്തിന് മത്സരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇതുകൊണ്ട് SP ആണ് അവിടുത്തെ വലിയ ശക്തിയൊന്നും ഞാൻ പറയുന്നില്ല. അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. അവിടെ മായാവതി എന്നൊരു പാർട്ടി സ്ത്രീയുണ്ട്, അവരുടെ BSP ഉണ്ട്. 18% വോട്ട് BJPക്ക് തൊട്ട് പുറകിലായിട്ട് കിട്ടി. സീറ്റൊന്നും കിട്ടിയില്ല, ശരിയാണ്. SP-ക്ക് 2 സീറ്റോളം കിട്ടി, അവർക്കൊന്നും കിട്ടിയില്ല. കോൺഗ്രസിന് 2 സീറ്റാണ് കിട്ടിയത്, അതായത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും. അപ്പോൾ അതൊക്കെ വേറെ ഇലക്ഷനാണ്, അതൊക്കെ ദേശീയ ഇലക്ഷനാണ്. മോഡിയുടെ ഒരു വേവ് ഒരു സമയമായിരുന്നു, മാജിക്കായിരുന്നു, മോഡി മാജിക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒരുമാതിരി അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നത്തെ ലക്നൌവിലെ മീറ്റിംഗും വളരെ ഇംപ്രസീവ് ആയിരുന്നു. പക്ഷെ നമുക്ക് നോക്കാം. ഏതായാലും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല BJP അല്ലെങ്കിൽ BSP അല്ലെങ്കിൽ SP ഇവര് 3 പേരും തമ്മിലുള്ള ഫൈറ്റിൽ ആര് ജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും BSPക്കും SP-ക്കും BJPക്ക് ആദ്യം തന്നെ ഞാൻ പറയുന്നു. കാരണം അരിത്തമെറ്റിക്സ് പ്രകാരം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJP ജയിക്കേണ്ടതാണ്. കാരണം 80 സീറ്റുകളിൽ 71 സീറ്റും കിട്ടി, അതുപോലെ 26% വോട്ട് കിട്ടി. അപ്പം അങ്ങനെ കിട്ടിയ പാർട്ടി തൊട്ട് പുറകിൽ നിൽക്കുന്ന 18% വരുള്ളൂ. പക്ഷേ ഒരു ദേശീയ ഇലക്ഷനും ഒരു സംസ്ഥാന ഇലക്ഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. താങ്കളിലേക്ക് എത്താം. ശ്രീ KVS ഹരിദാസ്, ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കാരണം ഇന്ന് നരേന്ദ്രമോദി വളരെ പ്രതീക്ഷയോടുകൂടി പോകുന്നു. അവിടെ BJP വിയർക്കും എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് അവിടെ SP-യിലെ ഈ ഒരു ആഭ്യന്തര കലഹം മൂർച്ഛിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയമായൊരു ഊർജം BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? എന്താണ് ഒരു പ്ലാറ്റ്ഫോമിനോ അപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന UP-യിലെ ഈ SP-യിലെ ഈ ആഭ്യന്തര കലഹത്തെ ഏത് രീതിയിൽ ഒരു പക്ഷേ പ്രതീക്ഷ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഊർജം അതിൽ നിന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു സാഹചര്യമാണോ ഉള്ളത്?
പ്രജീഷേ, ഈ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം BJP തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി. അനവധി പരിവർത്തന യാത്രകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ചിട്ട് അതെല്ലാം കൂടി സമാപിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ലക്നൗവിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പരിപാടിയുമായിട്ട് BJP ഇറങ്ങിയിട്ട് ആഴ്ചകളായി. അന്നൊന്നും ഈ സമാജ്വാദി പാർട്ടിയിലെ പ്രശ്നങ്ങൾ BJPയുടെ മുമ്പിലോ നമ്മുടെ മുമ്പിലോ ഉണ്ടായിരുന്നില്ല. സമാജ്വാദി പാർട്ടിയിലുള്ള സംഘർഷം ഈ തലത്തിലേക്ക് എത്തിച്ചത് ഇന്നലെയാണ് സത്യത്തിൽ. കാരണം ഇതിനു മുമ്പ് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിത്തല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ അവർ തമ്മിൽ ഇരുന്ന് സെറ്റിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് നമ്മൾ ഇന്നലെയായിട്ട് കാണുന്ന കാഴ്ചയാണ്. ഇവിടെ നമ്മളൊക്കെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ BJP ജയിക്കുമോ ജയിക്കില്ലയോ എന്നുള്ള പ്രവചിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. കാരണം എലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല, ക്യാമ്പയിൻ ആ തലത്തിൽ തുടങ്ങുന്നേ ഉള്ളൂ, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ കുറേ അരിത്തമെറ്റിക്സ് ഉണ്ട്. 2012 തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ചതുഷ്കോണ മത്സരമാണ് UP നടന്നത്. അപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് 29.3% വോട്ടാണ് കിട്ടിയത് 2012. ആ 29.3% വോട്ട് കിട്ടിയ മുലയമിന് അന്ന് 224 സീറ്റ് കിട്ടി 404. 25% വോട്ട് കിട്ടിയ 25.9% വോട്ട് കിട്ടിയ മായാവതിക്ക് കിട്ടിയത് 80 സീറ്റാണ്. അപ്പോൾ ഇതാണ് യുപിയിലെ അരിത്തമെറ്റിക്സ്, പൊളിറ്റിക്കൽ അരിത്തമെറ്റിക്സ്. അപ്പോൾ ഒരു ചതുഷ്കോണ മത്സരത്തിൽ ഒരു 25-30% വോട്ട് കിട്ടുന്ന പാർട്ടിക്ക് ഒരു പക്ഷേ വ്യക്തമായ മെജോറിറ്റി നിയമസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിലുള്ള പിന്നിപ്പോൾ ഏത് തലത്തിലേക്ക് നീങ്ങും എന്നൊക്കെ പ്രവചിക്കാറാവുന്നേ ഉള്ളൂ. കാരണം അവിടെയുള്ള പ്രവർത്തകർ ആരുടെ കൂടെ നിൽക്കുക, മുലയമിൻ്റെ കൂടെയാണോ അഖിലേഷിൻ്റെ കൂടെയാണോ, അല്ലെങ്കിൽ അത് ഏകപക്ഷീയമായ സ്പ്ലിറ്റായിട്ട് മാറുമോ, ഒരു സമനിലയിൽ 2 ഭാഗത്തും ആൾക്കാർ നിൽക്കുന്ന തലത്തിൽ പാർട്ടി നെടുകെ പളരുകയാണോ ഉണ്ടാവുക. അതൊക്കെ രാഷ്ട്രീയത്തിൽ സുപ്രധാന ഘടകങ്ങളാണ്. പക്ഷെ ഇവിടെയൊക്കെ ഞാൻ കാണുന്ന വേറൊരു പ്രത്യേകത ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് UP തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും അവിടെ ജാതിയും മതവും അല്ലെങ്കിൽ രാമക്ഷേത്രവും ദളിത് വോട്ടും OBC വോട്ടും യാദവ വോട്ടും ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത്തവണ ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്, അതിൻ്റെ തുടക്കം വിട്ടത് അഖിലേഷ് യാദവ് തന്നെയാണ്. ഒരു ടെക്നോളജി ഓറിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു എലക്ഷൻ ക്യാമ്പയിൻ അദ്ദേഹം ആരംഭിച്ചോടെ അത് സമാജ്വാദി പാർട്ടിയുടെ ചരിത്രത്തിൽ നമ്മൾ കാണാത്തതാണ് ഒന്ന്. രണ്ടാമത്തെ, ഇപ്പുറത്ത് നരേന്ദ്രമോദി അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ചുമുള്ള വാഗ്ദാനങ്ങൾ, കാർഷിക രംഗത്തെ വികസനത്തെക്കുറിച്ച്, ഒരു UPയുടെ വികസനത്തെക്കുറിച്ചൊക്കെ ഉള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഈ മത്സരത്തിനിടയിൽ, ഈ യുദ്ധത്തിനിടയിൽ ഈ ജാതീയതയും വർഗീയതയും ജാതിക്കുമുള്ള സ്ഥാനങ്ങളുമൊക്കെ പിന്നാക്കം പോകുന്നു എന്നുള്ളതൊരു പോസിറ്റീവ് ആസ്പെക്റ്റായിട്ട് ഞാൻ കാണുന്നു. അത് ഏത് തലത്തിലായിരിക്കും, ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളതൊക്കെ ക്യാമ്പയിൻ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തൽ, ഈ പൊളിറ്റിക്കൽ അരിത്തമെറ്റിക്സ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള പൊളിറ്റിക്കൽ അരിത്തമെറ്റിക്സ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെയുള്ള കണക്കും കൂടി നമ്മൾ എടുക്കുന്ന സമയത്ത് കാര്യങ്ങൾ BJPക്ക് അനുകൂലമാകാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ആ ഗ്രാഫാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ ഒരു അരിത്തമെറ്റിക്സ് അവിടെ അദ്ദേഹം സൂചിപ്പിച്ചതനുസരിച്ച് സാഹചര്യങ്ങൾ, കാരണം സമയം ഇതുവരെയും ആയിട്ടില്ല, ഇനി പല രീതിയിലൊരു പക്ഷേ ശ്രീ ഷാജി ജോസഫ് സാഹചര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. പല അടിയൊഴുക്കുകളൊക്കെ തന്നെ നിർണായകമായി വന്നേക്കാം. ജാതി രാഷ്ട്രീയം ഒക്കെ തന്നെ മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോഴും UP ആണ് അത് എത്രത്തോളം അവർ പക്ഷേ ആ ഒരു തുടർച്ചയായി വരുന്ന ചില മാമൂലുകളെയൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ അവർ കൈകാര്യം ചെയ്യും, അതിനെ സ്വീകരിക്കും തുടങ്ങിയ ചർച്ചകൾക്കുള്ള സമയങ്ങൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ SP അപ്രസക്തമാകും അല്ലെങ്കിൽ എന്ന് പറയാൻ കഴിയില്ല. അഖിലേഷ് യാദവ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു യുവ രാഷ്ട്രീയമുണ്ട്. ഇതിനൊക്കെ ഏത് രീതിയിലുള്ള ചലനങ്ങളായിരിക്കും വരാൻ പോകുന്നത്? ശ്രീ ഷാജി ജോസഫ്, അവിടെ BJPയുടെ കൂടി പ്രസക്തി എത്രത്തോളം?
യു പിയിൽ അരിത്മെറ്റിക് നോക്കി ഇന്ന്, അല്ലെങ്കിൽ അവിടുത്തെ ജാതി രാഷ്ട്രീയത്തിൻ്റെ കെമിസ്ട്രി നോക്കി നമ്മളൊരു യാഥാർത്ഥ്യമുള്ള ഒരു വിലയിരുപ്പിന് തയ്യാറായാൽ അവിടെ ഉള്ളത് എന്ന് പറയുന്നത് അവിടെ നടക്കേണ്ടത് നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും തമ്മിലാണ്. എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു മേൽക്കോയ്മ കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാഴ്ചവെച്ച ആ സ്വീപ്പ് റിസൾട്ടുകളാണ്. അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ സമീപത്തെ സംസ്ഥാനമായ ബീഹാറിലും ഏതാണ്ട് ഇതേ രീതിയിലുള്ളൊരു പ്രകടനമായിരുന്നു 2014 ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി കാഴ്ചവെച്ചത്. എന്നാൽ 2015 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ അരിത്മെറ്റിക്കുകളും ഒന്നുമല്ല അവിടെ നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളായി കാര്യങ്ങളെ തീരുമാനിക്കാൻ പോകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യു പിയിലെ പുതിയ തലമുറ, അവർക്ക് ഇന്ന് പഴയ തലമുറ നിർണായകമായി നിന്നിരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ കെമിസ്ട്രിയിൽ ഇന്ന് പുതിയ തലമുറ കാര്യങ്ങൾ തീരുമാനിക്കുകയും രാഷ്ട്രീയത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയും ദിശ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് എത്തി നിൽക്കുന്നത്. അതിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് സമാജ്വാദി പാർട്ടിയെ പോലെ പഴയ തലമുറക്കാർ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ മുഴുവൻ നിയന്ത്രണവും, പാർട്ടിയാണെങ്കിലും അത് നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിനാണെങ്കിലും ഇന്ന് പുതിയ തലമുറയുടെ സ്വരം കേൾക്കേണ്ടി വരുന്നതും പുതിയ തലമുറ തീരുമാനിക്കുന്ന ദിശയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉത്തർപ്രദേശിൽ പരമ്പരാഗത രാഷ്ട്രീയ കണ്ണുകളോടും കണക്കുകൂട്ടലുകളോടും കൂടി നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും യു പി തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ യു പിയിൽ വളരെ വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങൾ ഉടലെടുക്കും. സമാജ്വാദി പാർട്ടിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ യു പിയിൽ ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പിൽ ആവിർഭവിക്കാൻ പോകുന്ന ഒരു വ്യത്യസ്ത രാഷ്ട്രീയ ചിത്രത്തിൻ്റെ തന്നെ പ്രതിഫലനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ബി ജെ പിക്കും ശ്രീ നരേന്ദ്രമോദിയുടെ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് യാത്രകളും പര്യടനങ്ങളും കൊണ്ട് ഇപ്പോൾ അപ്പർ ഹാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ മേൽക്കോയ്മയുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോഴും സുപ്രീം കോടതി ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും പാടില്ല എന്ന് പറയുമ്പോഴും യു പിയും ബീഹാറും അവിടുത്തെ ജനങ്ങളും എന്നും ജാതിയെയും മതത്തെയും രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിച്ച് കണ്ട് മുന്നോട്ട് നീങ്ങുവാൻ തയ്യാറായിട്ടില്ല. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ പുതിയ തലമുറയുടെ തീരുമാനങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ കാണേണ്ടി വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് എനിക്ക് തോന്നുന്നത് യു പി രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ ഒരു വേരോട്ടമുള്ള പ്രധാനപ്പെട്ട പാർട്ടികളായ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ ഉയർത്തും. എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് കോൺഗ്രസുമായി ഒരു അലയൻസിന് തയ്യാറായി അതിനെ വിജയകരമായി പൂർത്തീകരിക്കുന്ന ഒരു രംഗമുണ്ടായാൽ ബി എസ് പിക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഏറ്റുമുട്ടൽ തീർച്ചയായിട്ടും ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും തമ്മിലായി മാറും. അതല്ല സംഭവിക്കുന്നതെങ്കിൽ സമാജ്വാദി പാർട്ടി ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങുകയും ബി എസ് പിയും മതന്യൂനപക്ഷങ്ങളുടെ ഒരേ ദിശയിലുള്ള സപ്പോർട്ട്, ബി എസ് പിക്ക് അനുകൂലമായ സപ്പോർട്ടോടുകൂടി ഒരു ബി ജെ പി ബി എസ് പി ഏറ്റുമുട്ടലായിരിക്കും ഉത്തർപ്രദേശിൽ ഉണ്ടാകാൻ പോകുന്നത്. അവിടെയും പുതിയ തലമുറയുടെ പ്രവർത്തനങ്ങളും പുതിയ തലമുറയുടെ നീക്കങ്ങളും വളരെ നിർണായകമായ ഫലം ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, തീർച്ചയായും. അതാണ് ശ്രീ പി വി തോമസ് ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. അതായത് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അഖിലേഷിന്റെ ഒരു സ്വീകാര്യത, ആ സ്വീകാര്യത
വീണ്ടും വലിയൊരു പൾസായി സമാജ്വാദി പാർട്ടിയിലെ വലിയൊരു വിഭാഗം ഉൾക്കൊണ്ട് മനസ്സിലേക്ക് ഏറ്റിക്കഴിഞ്ഞുവോ? കാരണം നാളെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലും നാളെ വരുമ്പോൾ ഭൂരിപക്ഷമൊക്കെ നോക്കി അതിനനുകൂലമായി വരും. അവിടെയൊക്കെ മുലായത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോകും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് താങ്കളെപ്പോലുള്ളവർ പറയുന്നു. ഈ കാലഘട്ടത്തിനൊത്ത് ഒരു മാറ്റം അഖിലേഷ് കൂടി ചിന്തിക്കുകയാണോ? കാരണം സ്ഥിതിഗതികൾ മാറുന്നു. പഴയ കാര്യങ്ങളിലേക്ക് പോയാൽ അതൊരു പക്ഷേ BJP കൂടി പല പൾസും നരേന്ദ്രമോദി അടക്കം നേരിട്ട് ഇടപെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് തന്നെ അഖിലേഷിൻ്റെ നീക്കങ്ങൾക്ക് സ്വീകാര്യത കൈവരുമോ? ആ രാഷ്ട്രീയ നീക്കത്തെയും മാത്രമല്ല പല പൾസ് അടിയൊഴുക്കുകളും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് കൂടി ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടൊരു നീക്കം തന്നെയാണോ അഖിലേഷ് നടത്തുന്നത്? തീർച്ചയായിട്ടും അഖിലേഷ് യാദവിന് അറിയാം എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്നും ആരോട് ഏറ്റുമുട്ടുന്നത് അദ്ദേഹത്തിന് അറിയാം. തീർച്ചയായിട്ടും അറിയാം. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഗുണങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു എന്നും അദ്ദേഹത്തിന് അറിയാം. വികസനവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ടാമതൊരു യുവശക്തിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിൽ മുമ്പോട്ട് വന്നപ്പോൾ അംഗീകാരവും കിട്ടി. 200 MLA-മാരുടെ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടി. പക്ഷെ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പാർട്ടി പിടിച്ചെടുത്തു, പാർട്ടിയുടെ അധ്യക്ഷനായി. പക്ഷേ UP പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അത് പാർട്ടി പിടിച്ചെടുത്തോണ്ട് മാത്രമായില്ലല്ലോ, അതിന് എത്രമാത്രം സാധിക്കും? കാരണം ഈ ചതുഷ്കോണ മത്സരത്തിൽ, അതായത് BJP, BSP, SP മത്സരത്തില്, അതായത് SP മാറിപ്പോവുകയാണെങ്കിൽ അത് കുറെ കൂടി കുറഞ്ഞു പോകും. പക്ഷെ അത് ഇദ്ദേഹത്തെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പിരിയൽ അദ്ദേഹത്തിന് കൂടുതൽ ഊർജവും ശക്തിയും നൽകും, അദ്ദേഹത്തിന് പുതിയൊരു ഇമേജും നൽകും. പക്ഷേ അത് UP പിടിച്ചെടുക്കാൻ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് കാണേണ്ടത്. അത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിക്കുമ്പോഴും മറ്റു കാര്യങ്ങളിലും മാത്രമേ നമുക്ക് വെളിപ്പെടുകയുള്ളൂ. ഏതായാലും എന്റെ അഭിപ്രായത്തിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നത്, പ്രധാനമായിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നത് BJP-യും അതുപോലെ തന്നെ BSP-യും തമ്മിലാണ്. ഇതിൽ SP മുലായം സിംഗ് യാദവിന്റെ അല്ല, അഖിലേഷ് യാദവിന്റെ SP-ക്ക് എത്രമാത്രം അതൊരു സ്പോട്ടായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതൊക്കെ അധികാരം അങ്ങനെ രീതിയിൽ അധികാരം പിടിച്ചു പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നേരെ മറിച്ച് BSP-ക്കും BJP-ക്കും, പ്രത്യേകിച്ചും BJP-ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് അവർക്ക്. അപ്പോ ആ രീതിയിൽ വരുമ്പോൾ ഈ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ ഈ ചതുഷ്കോണ മത്സരത്തിൽ എവിടെയെല്ലാം SP, എവിടെ മുസ്ലിംസ് പോകും, എവിടെ യാദവ് വോട്ട് പോകും, എവിടെ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് പോകും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ദളിത് എവിടെ പോകും? അപ്പൊ ദളിത്തിന്റെ വോട്ട് BSP കിട്ടുമെന്നുള്ളതാണല്ലോ കണക്കുകൂട്ടൽ പറയുന്നത്. പിന്നെ മുസ്ലിംസിന്റെ വോട്ടും തന്ത്രപരമായിട്ടുള്ള വോട്ടാണെങ്കിൽ, ടാക്ടിക്കൽ വോട്ടാണെങ്കിൽ അത് BSP-ക്ക് പോയേക്കും. ഇന്ന് പ്രസ്താവന കാണുകയുണ്ടായി. അത് അങ്ങനെയാണെങ്കിൽ അത്. പക്ഷെ അതേപോലെ തന്നെ ആ സമയത്ത് ഉപരിവർഗത്തിന്റെ ഹിന്ദുക്കളുടെ വോട്ട് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ BJP കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഠാക്കൂറും ബ്രാഹ്മൺ വോട്ട് കിട്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ യാദവ് വോട്ട് കംപ്ലീറ്റ് പിടിക്കാനായിട്ട് അഖിലേഷ് യാദവിന്റെ SP-ക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. തീർച്ചയായും അതാണ് അത്തരം ചോദ്യങ്ങളാണ് വരുന്നത്. ശ്രീ KVS-ലേക്ക്. ശ്രീ KVS ഹരിദാസ്, അതായത് അരിത്തമെറ്റിക് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം വെച്ച് നോക്കുമ്പോൾ അത് ശരിയാകണമെന്നില്ല. BJP സ്വപ്നം കാണുന്നത് പോലെ കണക്കുകൾ പരിശോധിച്ചാൽ നേരത്തെ ബീഹാറിൽ സംഭവിച്ച കാര്യമാണ്. ശ്രീ ഷാജി ജോസഫ് തൊട്ടടുത്ത സംസ്ഥാനമായിരുന്നു, അവിടെ സംഭവിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ കാര്യങ്ങൾ അത്ര എളുപ്പം എന്ന നിലയിലേക്ക് പോകുമോ? 14 വർഷത്തിന് ശേഷം കാത്തിരിക്കുകയാണ്. സംസ്ഥാനത്തേക്ക് ഉറ്റുനോക്കുന്ന മോഡി അമിത്ഷാ നേതൃത്വത്തിന് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. താങ്കൾ ആ കണക്കുകൾ കൂടി സൂചിപ്പിച്ചത് കൊണ്ടൊരു തിരുത്തൽ ഷാജി ജോസഫ് വരുത്തുകയാണ്. ശ്രീ KVS മറുപടി അവസാനമായി. അല്ല, ഷാജി സൂചിപ്പിച്ചത് ബീഹാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൾട്ടി കോണ്ടേഡ് കണ്ടസ്റ്റ് ആയിരുന്നു. അവിടെ RJD-യും ജനതാദളിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 3 പേരും ഒന്നിച്ചു കൂടിയപ്പോഴാണ് BJP-ക്ക് അവിടെ പരാജയം സംഭവിച്ചത്. അങ്ങനെ ഒരു സാധ്യത ഇന്നിപ്പോൾ UP-യിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പരമാവധി രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ചില നീക്കുപോക്കിന് സമാജ്വാദി പാർട്ടിയിലെ ഒരു വിഭാഗം തയ്യാറായേക്കും. ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മുലായം സിംഗ് തന്നെ 100 സീറ്റ് RJD-ക്കും കോൺഗ്രസിനും മറ്റ് ചില പ്രാദേശിക കക്ഷി വെച്ചത് നമ്മുടെ മുമ്പിലുണ്ട്.
അപ്പോൾ 100 സീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന 50-60 സീറ്റായിരിക്കും. കാരണം കഴിഞ്ഞ തവണ തന്നെ 28-30 സീറ്റിൽ അജിത് സിംഗിൻ്റെ RLD മത്സരിച്ചിരുന്നു. അപ്പോൾ ആ തലത്തിലേക്ക് കോൺഗ്രസ് 60-65 സീറ്റ് മേടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ പ്രധാന പാർട്ടിയുമായിട്ട് സഖ്യത്തിന് തയ്യാറായാൽ അത് UP പോലുള്ള ഒരു സംസ്ഥാനത്ത് ആ പാർട്ടിയുടെ അന്ത്യമായിരിക്കും സംഭവിക്കുക. നമുക്കൊക്കെ അറിയാം, ബീഹാറിൽ അവരത് ചെയ്തു. ബീഹാറിൽ 6-1 സീറ്റാണ് കോൺഗ്രസിന് കൊടുത്തത്, ലാലുവും നിതീഷും കൂടി കൊടുത്തത്. അതിനേക്കാൾ മോശമായ നിലയിലേക്ക് കോൺഗ്രസിനെ UP ട്രീറ്റ് ചെയ്യാൻ സമാജ്വാദി പാർട്ടി തയ്യാറാകുമോ, അല്ലെങ്കിൽ അതിന് കോൺഗ്രസ് നിന്ന് കൊടുക്കുമോ എന്നതാണ് നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയം. ഇവിടെ ഒരു കാര്യം കൂടി മറന്നുകൂടാ പ്രജീഷേ, UP ഷീലാ ദീക്ഷിത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് UP മുഴുവൻ ഇളക്കി മറിക്കാൻ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രകൾ നമ്മൾ കണ്ടതാണ്. അത് പരാജയപ്പെട്ടോ ഇല്ലയോ പരാജയപ്പെട്ടു എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം പല സ്ഥലത്തും ജനങ്ങളില്ലായിരുന്നു, ആൾക്കാരില്ലായിരുന്നു, പൊതുയോഗങ്ങൾ മുഴുവൻ പരാജയമായിരുന്നു, റോഡുകളിൽ അനാഥമായിട്ട് നടക്കുന്ന ഇടപെടുകയാണ് സമയക്കുറവ് കൊണ്ട്. ശ്രീ ഷാജി ജോസഫ്, അവസാനമായി ഇനി സമവായ സാധ്യതകൾ ഒരു പിളർപ്പിലേക്ക് എന്തായാലും പോകില്ല കാര്യങ്ങൾ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോഴും ഈ പറയുന്ന രീതിയിൽ ഒരു അടിപതറുന്ന അല്ലെങ്കിൽ അടിതെറ്റി വീഴുന്ന മുലായത്തെയാണോ നാളെ കാണേണ്ടത്? കാരണം സാഹചര്യങ്ങളെല്ലാം, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ എണ്ണം, ഇതൊക്കെ പരിശോധിച്ചാൽ എന്തായിരിക്കും നാളെ ഈ ഒരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ ഒരു ക്ലൈമാക്സ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അവസാനമായി വളരെ ചുരുക്കി. മുലായം സിംഗ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് അഖിലേഷ് യാദവിനെ തള്ളാനും കൊള്ളാനും പറ്റില്ലാത്തൊരു സ്ഥിതിയാണ്. അത് കഴിഞ്ഞ് 2 വർഷമായിട്ട് സമാജ്വാദി പാർട്ടിയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഏതാണ്ട് ഒരു ഫ്ലാഷ് പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുലായം സിംഗ് യാദവിന് പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാക്കി, പ്രത്യേകിച്ച് ഇപ്പോൾ തൻ്റെ പുത്രനും മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് സംഘടനയിലും ഭരണരംഗത്തും തൻ്റെ ആധിപത്യം തെളിച്ചു നിൽക്കുന്ന ഒരു വലിയ തേരോട്ടം നടത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പിളർപ്പുണ്ടായി തൻ്റെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ, ചടുലത നിറഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിന് വളരെ ദയനീയമായ ഒരു അവസാനം കാണേണ്ട സ്ഥിതിയിലേക്ക് മുലായം സിംഗ് എന്ന് പറയുന്ന ചടുല രാഷ്ട്രീയ തന്ത്രജ്ഞൻ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം മുലായം സിംഗിനോടൊപ്പം സംഘടനയുടെ ഒരു വലിയ ഭാഗമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിന് മുതിരുമായിരുന്നു, ഈ വെല്ലുവിളിയെ നേരിടാൻ അദ്ദേഹം ശ്രമിച്ചേനെ. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, 2012 അഖിലേഷ് യാദവിനെ മുഖ്യമന്ത്രിയാക്കിയ ശേഷം 2014 വരെ അഖിലേഷ് യാദവ് മുലായം സിംഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രാമാണികൻ്റെ ഒരു നിഴൽ മാത്രമായിട്ടാണ് മുന്നോട്ട് പോയത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴും. അതിനുശേഷം ആണ് ഏതാണ്ട് UP കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, UPയുടെ ഭരണരംഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് UPയിൽ 5 മുഖ്യമന്ത്രിമാരുണ്ടെന്നായിരുന്നു. അത് രാം ഗോപാൽ യാദവ് ആണെങ്കിലും ശിവപാൽ യാദവ് ആണെങ്കിലും അല്ലെങ്കിൽ CMന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരുന്ന അനിത സിംഗ് ആണെങ്കിലും ഇവരൊക്കെ കൂടി മുഖ്യമന്ത്രിയെ വരിഞ്ഞു കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു രംഗമായിരുന്നു. അതിൽ നിന്ന് വിമുക്തനായി ആദ്യമേ തന്നെ അദ്ദേഹം ഭരണത്തിൽ തന്നെ ഭരിക്കാൻ നോക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഭരണത്തിൻ്റെ സാരഥ്യം കംപ്ലീറ്റായി അദ്ദേഹം തൻ്റെ നിയന്ത്രണത്തിലെടുക്കുകയും പിന്നീട് വളരെ കൗശലതപൂർവ്വം സംഘടനയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന് പര്യവസാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് UP രാഷ്ട്രീയത്തിൽ സമാജ്വാദി പാർട്ടി ഇപ്പോൾ കാണിക്കുന്ന ഈ ചേരിതിരിവ് UPയിലെ ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നോ സമാജ്വാദി പാർട്ടി ഒന്നുമല്ലാത്ത രീതിയിലേക്ക് റെഡ്യൂസ് ചെയ്യപ്പെടുമോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഏതാണ്ട് ഒരാഴ്ച കൂടെ മുന്നോട്ട് പോകുമ്പോൾ സമാജ്വാദി പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഏതാണ്ട് അഖിലേഷ് യാദവിന് ഭീമമായ അനുകൂലമായി ഘടകങ്ങളായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് UPയിൽ നേരിട്ടുള്ള കോൺഗ്രസുമായി സമാജ്വാദി പാർട്ടി ഒരു സഖ്യത്തിന് നീക്കുപോക്കുകൾ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഉണ്ടായാൽ മതന്യൂനപക്ഷങ്ങളുടെ ഏകകണ്ഠമായ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ സമാജ്വാദി പാർട്ടിയിലേക്ക് നീങ്ങുമെന്ന് ഞാൻ കരുതുന്നു. യാദവ ഭരണം എന്നും UPയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന യാദവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വോട്ടേഴ്സും അഖിലേഷ് യാദവിനോടൊപ്പം നിൽക്കും എന്ന് ഞാൻ കരുതുന്നു. തൻ്റെ പിതാവിനെ ഒരിക്കലും അദ്ദേഹം ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോഴും
പിതാവാണ് എൻ്റെ നേതാവ്, പിതാവിനെ സംരക്ഷിക്കുക, പാർട്ടിയെ സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം എന്ന് വീണ്ടും വീണ്ടും ഏറ്റേറ്റ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. തൻ്റെ പിതാവിനെ പോലെ അല്ല അഖിലേഷ് യാദവിൻ്റെ ഒരു രാഷ്ട്രീയ ഇമേജ്. വളരെ നന്ദി മറ്റ് ജാതികൾക്കിടയിലും ഷാജി ജോസഫ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ യു പിയുടെ സാഹചര്യങ്ങളെ വിലയിരുത്തുകയായിരുന്നു. എല്ലാ കണ്ണുകളും യു പി രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമാണ്. ചർച്ചയിൽ പങ്കുചേർന്ന പി വി തോമസ്, ഒപ്പം തന്നെ ഷാജി ജോസഫ് നന്ദി അറിയിക്കുന്നു. അടുത്ത രണ്ടാം ഘട്ട ചർച്ച ലോധ കമ്മിറ്റി റിപ്പോർട്ട്, ഇന്ന് പുറത്തു വന്ന സുപ്രധാന സുപ്രീം കോടതിയുടെ വിധി, അതിലേക്ക് പോകുന്നു. ചർച്ചയിൽ KVS ഹരിദാസ് തുടരും, ഒപ്പം സുദേശ്, ദേവദാസ്, രംഗനാഥൻ ഉൾപ്പെടെയുള്ളവരെ ടെലിഫോൺ ലൈനിലും ലഭിച്ചേക്കും. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനെയും സെക്രട്ടറിയും സുപ്രീം കോടതി ഇന്ന് പുറത്താക്കുന്ന ഒരു ദിനം വാർത്ത ജനം കേട്ടു. ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റും BJP രാജ്യസഭാ MPയുമായ അനുരാഗ് ഠാക്കൂറിനെയും സെക്രട്ടറി അജയ് ഷിർക്കെയുമാണ് പുറത്താക്കിയത്. ലോധ കമ്മീഷൻ നിർദ്ദേശം നടപ്പിലാക്കാതെ വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭരണസമിതിയെ കണ്ടെത്താൻ അമിക്കസ് ക്യൂറിയെ സുപ്രീം കോടതി നിയോഗിച്ചു. സുദേശിലേക്ക് ആദ്യം പോകുന്നു. സുദേശ്, ഏറെക്കാലത്ത് ഒരുപക്ഷെ ക്രിക്കറ്റ് ആരാധകരുടെയൊക്കെ തന്നെ ആശങ്കയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നും വ്യക്തമായ ഒരു ചലനം ഉണ്ടായിരിക്കുന്നു. ക്രിക്കറ്റിനെ ശുദ്ധീകരിക്കാനുള്ള തുടക്കത്തിലെ ഒരുപക്ഷെ നിർണായകമായ വിധി, ഈ വിധിയെ എങ്ങനെയാണ് പരാമർശിക്കപ്പെടേണ്ടി വരിക, വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരിക? തീർച്ചയായും ഇത്രനാളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയാം, വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസം. ഇന്ത്യൻ ക്രിക്കറ്റിനെ മാത്രമല്ല ഇന്ത്യൻ കായിക രംഗത്തെ സംബന്ധിച്ച് തന്നെ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു ദിവസം എന്ന് തന്നെ പറയാൻ കഴിയും. തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിലൊരു ശുദ്ധീകരണത്തിന് ഇത് നന്നാവാനുള്ള എല്ലാ വഴികളും തയ്യാറാക്കിയിരിക്കുന്ന ഒരു വിധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇതുവരെ BCCIയുടെ വൃത്തികേടുകൾ കാണിച്ച BCCIക്കെതിരെ ലോധ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. നേരത്തെ മുദ്ഗൽ കമ്മിറ്റി അന്വേഷണം നടത്തുന്നു, പിന്നീട് ലോധ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ വ്യക്തമായ സുതാര്യമായി അതിൻ്റെ ഭരണം സുതാര്യമായി നടക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്തെല്ലാം മാറ്റങ്ങൾ ആവശ്യമാണെന്ന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അവർ കൊണ്ടുവരുന്നു. എന്നാൽ അതൊന്നും നടപ്പാക്കാൻ ആവശ്യത്തിലേറെ സമയം BCCIക്ക് നൽകുന്നു. അതിനൊന്നും തയ്യാറാവുന്നില്ല. പകരം പല മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടുപോവുകയും, നമുക്കറിയാം അനുരാഗ് ഠാക്കൂർ എന്ന 4 തവണ MP-യായ BJPയുടെ MP-യാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം പോലും ഇതിനെതിരെ വളരെ നെഗറ്റീവായ രീതിയിലായിരുന്നു. സുപ്രീം കോടതിയെ പോലും മാനിക്കാത്ത രീതിയിൽ പെരുമാറുന്നത് വളരെ വിചിത്രമായി തോന്നുന്നു. BCCIക്ക് എന്തെല്ലാമോ ഒളിക്കാനുണ്ടെന്ന് കൂടുതൽ വ്യക്തമായ ഒരവസരമാണ്. കഴിഞ്ഞ ജൂണിൽ ലോധ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അത് നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി പറയുന്നു. അതിനുശേഷം ഒരു വ്യക്തമായൊരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും അവസാനം കേസിൽ പല വക്കീലന്മാരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയും ക്രിക്കറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെയും സഹായത്തോടു കൂടി BCCI പല ഇത്തരം വൃത്തികേടുകളെല്ലാം കാണിച്ചത് അതിൻ്റെ മറവിലായിരുന്നു. പിന്നീട് അവർ ഏറ്റവും അവസാനം അവർക്ക് സിമ്പതി നേടാൻ പറഞ്ഞത് ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളെയും ഒപ്പം തന്നെ ഈ കളിയെ സ്നേഹിക്കുന്ന കളിക്കാർക്കും വേണ്ടിയാണ് ഇത് നടപ്പാക്കാത്തത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഇത്ര നാളും തങ്ങൾ ആരെയാണോ വഞ്ചിച്ചുകൊണ്ടിരുന്നത്, ക്രിക്കറ്റിനെ അന്ധമായി സ്നേഹിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെയും ഒപ്പം തന്നെ ക്രിക്കറ്റിന് വേണ്ടി എന്തും ചെയ്യാൻ തരാവുന്ന ലക്ഷക്കണക്കിന് കളിക്കാരുടെ ചോരയും എല്ലാം ഇതാക്കി ഒരു വകയും വെക്കാതിരുന്ന BCCI അവരുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇവിടെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. അവർ വ്യക്തമായ രീതിയിൽ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, ഇത് ഇന്ത്യൻ ക്രിക്കറ്റിനെ പൂർണ്ണമായി ശുദ്ധീകരിക്കാനല്ല, എന്നാൽ ശുദ്ധീകരിക്കാനുള്ള എല്ലാ വേദിയും സുപ്രീം കോടതി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സന്തോഷം നൽകുന്നത്. ദേവദാസ്, ക്രിക്കറ്റ് കായിക നിരീക്ഷകൻ ശ്രീ ദേവദാസ്, അതായത് ഈ പണത്തിന്റെ വലിയ ഒരു തട്ട്, നൈതികതയുടെ ഒരു തലം, ഈ രണ്ട് തലവും തുലനം ചെയ്യുമ്പോൾ അവിടെ ഇന്ന് സുപ്രീം കോടതി എന്ന പരമോന്നത നീതിപീഠം എത്തിയിരിക്കുന്ന നിലപാട്, ആ നിലപാട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്. എങ്കിൽ കൂടിയും കടുത്ത ഒരു നിലപാടിലേക്ക് പോകേണ്ടി വരുമ്പോൾ, അതായത് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ളവരെ നിലയ്ക്ക് നിർത്താനറിയാം, BCCI വരച്ച വരയിൽ നിർത്താനറിയാം, ഇത്ര പദങ്ങൾ പോലും ഒരു കോടതിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇന്ന് കോടതിയിൽ നിന്ന് കേട്ടത് ഒരു ശുദ്ധീകരണത്തിൻ്റെ പാത വെട്ടി തുറക്കുമോ?
ഇത് ഈ വീരപ്പൻ ബണ്ടി ചോസ് കൺട്രോളിങ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ആണ്. ഈ കോട്ടിട്ട വീരപ്പന്മാരാ ഇത്. അതിലാണ് ഈ കാതിയിട്ടിയും കാവിയിട്ടെല്ലാം രാത്രി കക്കലാന്നുള്ള കാര്യം. ഇപ്പോൾ ഈ BJP എല്ലാം കാണ്ടിയ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അഴിമതിക്കെതിരെയെങ്കിൽ ഇന്ന് സുപ്രീം കോടതി പുറത്താക്കിയ ഈ MP BJPന്റെ യുവമോർച്ച ദേശീയ പ്രസിഡന്റാണ്. പുറത്താക്കുമോ? ഞങ്ങൾ 500-ൻ്റെയും 2000-ൻ്റെയും നോട്ടിന് വേണ്ടിയിട്ട് ഇറക്കുന്നില്ലേ ഇന്ത്യക്കാർ? അപ്പോഴാണ് ഈ BCCIയിൽ ആരാണ് കള്ളൻ ശ്രീനിവാസന് കഞ്ഞി വെച്ചത്? നരേന്ദ്രമോദിയായിരുന്നു, ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫ്. 2010 2012 അമിത്ഷാ എന്ന ദേശീയ നേതാവായിരുന്നു കഞ്ഞി വെച്ചുകൊടുത്ത ശ്രീനിവാസന്. പിന്നെ ഇപ്പം അമിത്ഷാന്റെ മകനാണ് രാജീവ് ശുക്ല കോൺഗ്രസ്, PC ജോഷി കോൺഗ്രസ്, സുഷമ സ്വരാജ് BJP, വസുന്ധര രാജെ രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫായിട്ട്. ലളിത് മോഡി ലണ്ടനിൽ നിന്ന് രാജസ്ഥാന്റെ ചീഫായി പോവും ക്രിക്കറ്റ് അസോസിയേഷൻ. ശ്രീനിവാസൻ ഇപ്പോൾ തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫാണ്. അതാണ് നാട്. ഈ IPL എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം കള്ളപ്പണം. ഈ കള്ളപ്പണം അത് നിർത്ത്. IPL നിർത്താണ്ട് ദാവൂദ് ഇബ്രാഹിം നേരിട്ടിട്ട് കളിച്ച് എന്ന് ശ്രീശാന്ത് കേസിൽ ഡൽഹി പോലീസ് പറഞ്ഞത് നിർത്താണ്ട് ഇവിടെ സാധാരണക്കാരൻ്റെ കള്ളപ്പണം നിർത്താൻ ഇറങ്ങിയതായി ഈ മോഡി എന്ന് പറയുന്ന സ്റ്റുപ്പിഡിറ്റി ചെയ്തത്. അതാണ് നേരെ കണ്ടേ. ഇന്ന് രാത്രി IPL നിർത്താൻ ഇവർ പറയില്ലല്ലോ. എന്തറിയാ, ഈ കള്ളപ്പണം ജെറ്റ്ലി വെളുപ്പിക്കുന്നതെന്നല്ലേ കീർത്തി ആസാദ് അല്ലേ പറഞ്ഞ MP? ഹരിദാസ് ഒന്ന് നോക്കണം. കീർത്തി ആസാദ് MP അല്ലേ? എന്നിട്ട് കീർത്തി ആസാദിനെ സസ്പെൻഡ് ചെയ്തു. ഈ അനുരാഗ് താക്കൂർ ഈ ലക്ഷം കോടി വെളുപ്പിക്കുക. ശരത് പവാർ സ്പോർട്സ് ബില്ലിനെ ഇതാക്കൂല. എന്നിട്ട് TS താക്കൂറും ഖലീഫുള്ള എന്ന് പറഞ്ഞ ഹോണസ്റ്റ് ജഡ്ജ്, അതിനെ ഇവർ മാക്സിമം നാളെ റിട്ടയർ ചെയ്യുന്ന. ഇനിയിപ്പോൾ വേറെ ജഡ്ജിന് ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുത്തിട്ട് ഇത് അട്ടിമറിക്കും. അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തിയിട്ട് ഈ മോഡി എന്നെ അട്ടിമറിച്ച് ഇതേ അനുരാഗ് താക്കൂർ വരുന്ന ചിത്രവും നിങ്ങൾ കാണാം. ഇപ്പോഴും ശ്രീനിവാസനാണ് നിയന്ത്രിക്കുന്നത്. അതാണ് കോർപ്പറേറ്റ്. അതുകൊണ്ടാണ് ലളിത് മോഡിനെ 2000 കോടി RBIനെ വെട്ടിച്ചിട്ട് സൗത്ത് ആഫ്രിക്കയിൽ കളിച്ചതിൻ്റെ ED IT കേസുള്ള ലളിത് മോഡിനെ ഇന്നും 2.5 കൊല്ലമായിട്ടും BJP അറസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നറിയാം? വീഡിയോകോൺ എന്ന് പറയുന്ന ബഹുരാഷ്ട്ര കുത്തകക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഇമെയിൽ ചെയ്തതിന് ആ ഇമെയിലുണ്ട്. അതാണ് ശശി തരൂർ അട്ടിമറിച്ച് സുനന്ദ പുഷ്കറിന് 70 കോടിൻ്റെ ബ്ലാക്ക് മണി ഇട്ട് അവസാനം അവൾ അത് തുറന്നു പറയുന്നു പറഞ്ഞപ്പോൾ അവൾ കൊല്ലപ്പെട്ടത്. ആ കേസിലെ ഇമെയിൽ ലളിത് മോഡിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ലളിത് മോഡിനെ പിടിക്കൂല, വിജയ് മല്യനെ പിടിക്കൂല. റിലയൻസ് 2G സ്കാമിൽ 1.76 ലക്ഷം കട്ട 2G മാരൻസിൻ്റെ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. രാജസ്ഥാൻ റോയൽസിൻ്റെ ശില്പ ഷെട്ടിയാണ് ഈ ഫിക്സ് ചെയ്ത അവളാണ് സ്വച്ഛ് ഭാരതിൻ്റെ യോഗേൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അമിതാഭ് ബച്ചനാണ് ബ്രാൻഡ് അംബാസിഡർ. റിലയൻസ് കളിക്കുന്നു. RCB എന്ന് പറയുന്ന അതായത് ക്രിക്കറ്റിന്റെ കാര്യം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും, കാരണം രാഷ്ട്രീയ ഭേദമന്യേ അവിടെ ഒരു കൂട്ടുകൃഷി നടത്തിയ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കണ്ടത്. ഇപ്പോൾ അനുരാഗ് ഠാക്കൂർ എന്ന BJPയുടെ MP കൂടി ഇന്ന് പുറത്തേക്ക് വരുന്നു. കോടതിയെ വെല്ലുവിളിക്കുകയായിരുന്നു. എല്ലാ സംവിധാനങ്ങളെയും പണക്കൊഴുപ്പിന്റെ തലങ്ങൾ ഉപയോഗിച്ച് കോടതിയെ, നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കോടതി വിധി ഇന്ത്യയിലെ കായിക സംഘടനകൾക്കെല്ലാം ഒരു പക്ഷേ വലിയ ഒരു സന്ദേശമായിരിക്കുമെന്നാണ് ഇന്ന് ലോധ മുന്നോട്ട് വെച്ചത്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ എന്ത് ശുദ്ധീകരണത്തിന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി അടക്കം ഒരു പക്ഷേ ഇടപെട്ടുകൊണ്ട് ഇന്ന് ഒരു പരാമർശം ഒക്കെ നടത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു. എങ്ങനെ കാണേണ്ടി വരുന്നു കോടതി വിധിയെയും തുടർന്ന് ശുദ്ധീകരണത്തിനുള്ള പാതയ്ക്ക് അത് സഹായകരമാകുമോ? കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്ക് കൂടി ഒരു വിവരാവകാശ തലത്തിലേക്കൊക്കെ ഈ BCCI മാറണം. അത് കേന്ദ്ര സർക്കാരിനെ വിടുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ നിലപാട് കേന്ദ്രത്തിൽ നിന്ന് കൂടി അറിയേണ്ടതുണ്ട്. എങ്ങനെ ശ്രീ KVS സാഹചര്യങ്ങളെ നോക്കിക്കാണും? പ്രതീക്ഷയെ, ഞാൻ ഇന്നത്തെ സുപ്രീം കോടതി വിധിയെ സത്യത്തിൽ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അത് വളരെ സുപ്രധാനമാണ്. കാരണം മുഡ്ഗൽ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടങ്ങിയത് മുതൽ നമ്മൾ ഈ ക്രിക്കറ്റ് രംഗത്തെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിനകത്ത് നടക്കുന്ന ക്രമക്കേടുകൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. കാരണം അത് നൽകുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ക്രിക്കറ്റിൻ്റെ തലവനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു അഭിമാന പ്രശ്നമായിട്ട് പലരും കണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ലാലു പ്രസാദ് യാദവ് പോലും ബീഹാറിലെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു, നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഈ ക്രിക്കറ്റ് മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും താല്പര്യം കാണിച്ചിരുന്നു. ക്രിക്കറ്റ് രംഗത്ത് മാത്രമല്ല, ഫുട്ബോൾ ആയിക്കോട്ടെ,
ഫുട്ബോൾ മേഖലയിലേക്ക് ഇതുപോലെ തന്നെ എല്ലാവരും വന്നിട്ടില്ലേ? അപ്പോൾ ഈ കായിക മേഖല ഏത് കാലത്തും രാഷ്ട്രീയക്കാരുടെ ഒരു വികാര മേഖല തന്നെയായിരുന്നു, വികാര രംഗം തന്നെയായിരുന്നു. അവിടെ അവർ കടന്നു വരേണ്ടതുണ്ടോ? ആ മേഖല ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? അവിടെ രാഷ്ട്രീയക്കാർക്ക് സ്ഥാനം കൊടുക്കണോ, അതോ അതിനൊരു അഡ്മിനിസ്ട്രേഷന് വേറൊരു തലം വേണോ? ഞാൻ പറഞ്ഞു വരുന്നത്, കായിക രംഗത്തുള്ള പ്രഗത്ഭന്മാർ ആ രംഗത്ത് വരാം. പക്ഷേ ഈ കായിക രംഗത്തെ പ്രഗത്ഭന്മാരായവർക്ക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ കായിക രംഗത്തെ ഉന്നത തലത്തിൽ പ്രവർത്തിച്ചവരും കളിച്ചവരും അല്ലെങ്കിൽ പ്രകടനം നടത്തിയവരൊക്കെ ഒരു ഭാഗത്തുണ്ടാവണം. അതിനൊപ്പം തന്നെ നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും കൂടി വച്ചുകൊണ്ട് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. നമുക്ക് അനുഭവങ്ങൾ ഒരുപാട്, നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ നടന്നതും ഒക്കെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള വിവരങ്ങളല്ലേ നമ്മൾ എത്രയോ കാലമായിട്ട് കേൾക്കുന്നു. ഇത്രയും അഴിമതിയുടെ കൂത്തരങ്ങായി അല്ലെങ്കിൽ അഴിമതിയുടെ കഴുത്തകൾ പുറത്തു വന്നതിന് ശേഷവും അടുത്ത ദിവസങ്ങളിൽ അതേ താപ്പാനകളെ IOEയുടെ തലപ്പത്ത് വീണ്ടും കൊണ്ടുവയ്ക്കാൻ തയ്യാറായ രാജ്യമാണ് നമ്മുടേത്. അപ്പം ആ തലത്തിലേക്ക് നമ്മുടെ സ്പോർട്സ് രംഗം മാറിയിരിക്കുന്നു. എല്ലാ തലത്തിലും ഇപ്പോൾ കേരളത്തിലുമുണ്ട്. കേരളത്തിൽ ഇന്നിപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ രാജിവെച്ചിരിക്കുന്നു. പകരം കൊണ്ടുവന്ന ആൾക്കാരെക്കുറിച്ച് ഈ ക്രിക്കറ്റ് മേഖലയിലുള്ളവർ പറയുന്നത് തന്നെ കേൾക്കാൻ തയ്യാറായി. കാരണം കഴിഞ്ഞ 25-30 വർഷമായിട്ട് ഇടുക്കിയിൽ ക്രിക്കറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെയാണ് KCAയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് വച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ എന്താണ് ക്രിക്കറ്റ് ഉള്ളതെന്ന് പ്രജീഷനും എനിക്കറിയാമല്ലോ. കാരണം എത്രത്തോളം ക്രിക്കറ്റ് താരങ്ങൾ ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ കഴിഞ്ഞ 3 ദശാബ്ദമായിട്ട് ക്രിക്കറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ ഇന്നിപ്പോൾ ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് മാനിക്കണോ എന്ന് പറഞ്ഞ് ഒരാൾ രാജിവെക്കുകയും പകരം ഒരാളെ കൊണ്ട് പോലും ഇല്ലാത്ത ആളുകളെ കൊണ്ടുവരാൻ സുദേശിലേക്ക് ഒപ്പം ദേവദാസിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സുദേശ്, അതായത് ഇനി ഈ പറയുന്ന രീതിയിലുള്ള ഓംബുഡ്സ് ആമിക്കസ് ക്യൂറിയൊക്കെ വരുന്നു, CAG ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന തലത്തിലേക്കൊക്കെ കടന്നു വരാവുന്ന സാഹചര്യങ്ങൾ. എന്തായാലും ഈ മാറ്റം ഇത് പലപ്പോഴായി വരുമ്പോഴും എല്ലാത്തിനെയും എതിർത്ത് ശക്തമായി നിലയുറപ്പിച്ച ആ വ്യക്തികളൊക്കെ തന്നെ വീണ്ടും ചരട് വലിക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോകുമോ, അതോ സൗരവ് ഗാംഗുലിയെ പോലുള്ള ആളുകളൊക്കെ തന്നെ വരുമെന്ന പറച്ചിലുകൾ കേൾക്കുന്നു. ഇങ്ങനെ കായികമായി ബന്ധമുള്ള, ക്രിക്കറ്റുമായി ബന്ധമുള്ള ആളുകളുടെ കൈകളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിലെ ശുഭസൂചന എങ്ങനെ? നടപടികളാണ് ഇനി വേണ്ടത്. ആ നടപടിക്ക് തത്തുല്യമായ അല്ലെങ്കിൽ അതിനുള്ള അന്തരീക്ഷം ഉയരുമോ? പ്രജീഷ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ വിധി വളരെ സന്തോഷം തോന്നുന്നു. പക്ഷേ ഇത് നല്ലൊരു വേദി ഒരുക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്, എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഇനി എന്താണോ നടപ്പാകുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിലവിൽ തന്നെ BCCIയിൽ അനുരാഗ് താക്കൂറും എല്ലാവരും പോകുമ്പോൾ പകരം വരുന്നത് നിലവിൽ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള നിലവിൽ ലോധ കമ്മിറ്റി പറയുന്ന യോഗ്യതയുള്ള ആളുകളെയാണ് വയ്ക്കുന്നത്, അവരാണ് വരുന്നത്. ഇവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പുതിയ ആൾക്കാർ വന്നെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് BCCI കോടതിയിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഈ റെക്കമെൻഡേഷൻ നടപ്പാക്കാത്തത് സംസ്ഥാനങ്ങൾ ഇത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നില്ല എന്ന്. ആരാണ് സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾ ഭരിക്കുന്നത്? KCA പ്രസിഡന്റ് കൂടിയായ TC മാത്യു എങ്ങനെയാണ് BCCIയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്നത്? വെസ്റ്റ് സോണിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതെങ്ങനെ എത്തുന്നു? ആ രീതിയിൽ അവിടെ അധികാര കസേര ഉറപ്പിക്കുകയും ഒപ്പം തന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ പിടിവിടാതെ നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിലവിൽ തീർച്ചയായും ഇടുക്കിയിൽ നിന്നാണ് ഒരാൾ വന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം TC മാത്യു, തൊടുപുഴക്കാരനായിട്ട് ഇടുക്കിക്കാരനായ TC മാത്യു തൻ്റെ സിൽബന്തിയെ അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു മാറ്റവും ആ രീതിയിൽ സംഭവിക്കാൻ പോകുന്നില്ല. കേരള ക്രിക്കറ്റിന് ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ BCCIയുടെ ചരിത്രം കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അല്പം പുറകോട്ട് പോവുകയാണെങ്കിൽ 1983 ലോകകപ്പ് ക്രിക്കറ്റിന് കോംപ്ലിമെൻ്ററി പാസ് പോലും കിട്ടാത്തവരായിരുന്നു BCCIക്കാർ. അന്ന് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമായിരുന്നു ഈ ക്രിക്കറ്റിനെ ഭരിച്ചിരുന്നത്. എന്നാൽ 87 ലോകകപ്പ് വരുന്നു, ഇന്ത്യയിൽ 83 ലോകകപ്പ് നേട്ടത്തോടു കൂടി വലിയ മാറ്റമുണ്ടാകുന്നു. പിന്നീട് 87 നമ്മൾ വളരെ വിജയകരമായി നമ്മൾ ലോകകപ്പ് നടത്തുന്നു. 96 ജഗ്മോഹൻ ഡാൽമിയും മറ്റും വരുന്നതോടുകൂടി BCCI ലോകത്തിലെ തന്നെ വലിയ കായിക സംഘടനകളിൽ ഏറ്റവും വരുമാനമുള്ള കായിക സംഘടനകളിൽ ഒന്നായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എന്നാൽ BCCI ദുഷിച്ച് നാറാൻ തുടങ്ങിയത് IPL വന്നതോടുകൂടിയാണെന്ന് പറയണം. അപ്പോൾ നേരത്തെ ഇവിടെ ദേവദാസ് പറഞ്ഞതുപോലെ തന്നെ പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗവും മറ്റും പണം മോഷ്ടിക്കാനുള്ള ഒരു മാർഗവുമായി മാറുന്നു ശ്രീനിവാസൻ. നേരത്തെ നമ്മൾ കാണുന്നതാണ്, ഷാർജയിലും മറ്റും ക്രിക്കറ്റ് നടക്കുമ്പോൾ
ദാവൂദിനെ പോലെയുള്ളവരും വൻകിട ബിസിനസ്സുകാരും നമ്മുടെ സിനിമാ താരങ്ങളും മറ്റും ബോക്സ് സീറ്റുകളിൽ ഇരുന്ന് കളി കാണുന്ന അന്ന് നമുക്ക് ആവേശമായിരുന്നു. എന്നാൽ ഇന്നാണ് പിന്നീടാവുമ്പോഴാണ് നമുക്കറിയുന്നത് എന്താണ് ഇതിനു മുന്നിലുള്ള കളികൾ. ഇന്നും ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ഇത്തരം മാഫിയകൾ തന്നെയാണ്. ആ മാഫിയകളുടെ കയ്യിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ഉള്ളത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രകടമായി മുന്നിലുള്ള ക്രിക്കറ്റിൻ്റെ ഭരണത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവരെ മാറ്റിയെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിലെ നെറികേടുകൾ സഹിക്കാനാവാതെ സുപ്രീം കോടതിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പല രീതിയിലും തങ്ങളുടെ കസേരകൾ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ, നിലവിൽ ചരട് വലിക്കാനുള്ള ശ്രമങ്ങൾ ഈ മാറിയവർ തന്നെ, നാളെ അനുരാഗ് താക്കൂർ തന്നെ ഇതേ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നാലും ഒരത്ഭുതവുമില്ല എന്ന് തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോക്ക്. ഇവിടെ രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ ഭരണതലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ആ രീതിയിലുള്ള വ്യക്തമായ ഇടപെടലുകൾ കൂടുതലുണ്ടാവുകയും ഒപ്പം തന്നെ എപ്പോഴും BCCI പറയുന്നത് ഭരണഘടനയിലെ 19(1) പ്രകാരം തങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും തങ്ങൾക്ക് ഏത് രീതിയിലും സ്വന്തം തങ്ങളെ പുറമേ നിന്ന് യാതൊരു ഇടപെടലും പാടില്ല എന്ന് അവകാശപ്പെടുന്നതാണ് ഇവിടെ പറയുന്നത്. അവർ എന്നും സ്വയം വിശേഷിപ്പിക്കുന്നതാണ് തങ്ങൾ പ്രതിഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കുന്നവരാണെന്ന്. എന്നാൽ അതൊരിക്കലും BCCIയെ കുറിച്ച് ആലോചിക്കുമ്പോൾ കണക്കുകൾ, അവരുടെ ലാഭത്തിൻ്റെയും മറ്റും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് ചിരി വരുന്നു. അല്ലെങ്കിൽ ആ പണം എവിടെ പോകുന്നു എന്നാലോചിച്ചാൽ നമുക്ക് ചിരി വരുന്ന ഒരു പ്രവചനമാണ്. തീർച്ചയായും ഇത് മാറണമെങ്കിൽ ഇനിയും കൂടുതൽ ഏറെ ദൂഷിച്ചിരിക്കുന്ന സുപ്രീം കോടതിക്ക് ഒരു പരിധിയുണ്ട്. തീർച്ചയായും അതിനപ്പുറമുള്ള മാറ്റങ്ങൾ എങ്ങനെ ആര് കാര്യങ്ങൾ നടത്തും. ശ്രീ ദേവദാസ്, അതായത് ചക്കരക്കുടത്തിലേക്ക് കൈ എങ്ങനെയും വരും. കാരണം ഇന്ന് പോലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിൽ നിന്നൊരു നിയമനം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു നിയമനമായ ഒരു ബിനാമിയെ പോലെ അല്ലെങ്കിൽ മാറിയിരിക്കുന്ന ആ നിയമനം. ഇവിടെ ഇനിയും ഇടപെടലുകൾ വേണം. അതെങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? കോടതിക്ക് പരിമിതിയുണ്ട്. 70 വയസ്സുവരെയുള്ള അല്ലെങ്കിൽ പരിധി നിശ്ചയിക്കുമ്പോഴും രാഷ്ട്രീയക്കാരെയൊക്കെ അകറ്റുമ്പോഴും ഇടപെടലുകൾ ഇനിയും ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. BCCI പണം കായ്ക്കുന്ന വലിയൊരു മരമാണ്. അവിടെ നിന്നും ഈ പറയുന്ന രീതിയിൽ പെട്ടെന്ന് അകലാൻ കഴിയുമോ എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ശ്രീ ദേവദാസ്. പ്രജീഷേ, അതാണ് പറഞ്ഞേ, ഈ പരിപാടി ആക്കിയപ്പം ഇതുവരെ ജൂലൈ 18 വേർഡിക്റ്റ് വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്ത കേസിയെ ഉടനടി ബിനാമീനെ ആക്കിയില്ലേ. ഇവിടെ കണ്ണൂരിലുള്ള ഇഷാക്ക് ഫുട്ബോൾ പ്ലെയറാ, അവിടുത്തെ പ്രസിഡന്റ് വോളിബോൾ പ്ലെയറാ. ഈ ഇടുക്കിയിലുള്ള മച്ചാൻ വർഗീസ് എന്നെല്ലാം പറഞ്ഞ വയനാട്ടിൽ ഇയാളെ ബിനാമീസാണ്. ബിനാമി എന്ത് പറഞ്ഞാലും ജയേഷ് ജോർജിനെല്ലാം ന്യൂസിലാൻഡിലെ മാനേജറാക്കും. പക്ഷേ ഇവിടുത്തെ കളിക്കാർ സഞ്ജു സാംസണെ, ശ്രീശാന്തിനെ തകർക്കും. അതാണ് ഇവരുടെ പണി. ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ഒന്ന് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UPA 2012 അജയ് മാക്കൻ സ്പോർട്സ് ബില്ലിനെ ഫ്രീസ് ചെയ്തത് ഇവർ തന്നെയാണ്. അത് ജെറ്റ്ലി ഉണ്ട്, നരേന്ദ്രമോദി ഉണ്ട്, അമിത്ഷാ ഉണ്ട്. രാത്രി കാവിയിട്ട് കക്കല ഇവരുടെ പണി. രാവിലെ രാമരാമെന്ന് ജപിക്കും, മറ്റോ കാതിയിലും കക്കുന്നേ ഉള്ളൂ. കാതിയിലും കാവിയിലുമായിട്ട് കക്കുന്നു. അതിൻ്റെ നേർപതിപ്പാണ് ഇന്ന്. എന്നാൽ ഇന്ന് കള്ളപ്പണത്തിനെതിരെ IPL സ്റ്റോപ്പ് ചെയ്യണം. ആദ്യം സുപ്രീം കോടതി ഇനിയും ക്രിട്ടിസൈസ് ചെയ്യണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ IPL സ്റ്റോപ്പ് ചെയ്യണേനു, അത് സ്റ്റോപ്പ് ചെയ്യാണ്ട് വിട്ടു. അതുകൊണ്ടാണ് അവർ ദുബായിൽ പോയിട്ട് കളിക്കുന്നു, ഇവിടുന്ന് കളിക്കുന്നു. IPL സ്റ്റോപ്പ് ചെയ്ത് ക്ലെൻസ് ചെയ്തിട്ട് മാത്രം. അത് സഞ്ജയ് ജഗ്ദലേനെ പോലെ, മൊഹീന്ദർ അമർനാഥിനെ പോലത്തെ ഇപ്പോഴത്തെ കളിക്കാരെ ഇടറ്. സുനിൽ ഗവാസ്കറെല്ലാം വെറും ഈ കമന്റേറ്റേഴ്സും കളിക്കാരും ഈ രാഷ്ട്രീയക്കാരും ഈ മോഡിമാരും ജെറ്റ്ലിമാരും എല്ലാം കൂടിയിട്ട് ഒത്തു കളിച്ചാണ് ഇത്. സുപ്രീം കോടതിൻ്റെ TS താക്കൂറും ഖലീഫുള്ളിയും മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തു. ഇനിയുള്ളത് സെൻട്രൽ ഗവൺമെൻറ് വില. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉള്ളത് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ അമിത്ഷാൻ്റെ മോനെ ആക്കിയിട്ട് ഈ രണ്ടും വണ്ടി കയറിയിട്ട് ഡൽഹിയിൽ കക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ജെറ്റ്ലിനെ സംരക്ഷിക്കുന്നു. കീർത്തി ആസാദ് BJP MP പറഞ്ഞ് ജെറ്റ്ലിയാണ് ഈയിലുള്ള മുതലക്കള്ളന്ന്, കാട്ടുകള്ളന്ന്. എന്നിട്ട് അയാളെ പിടിച്ച് സസ്പെൻഡ് ചെയ്തു. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷന് 15 ലക്ഷമേ ഉള്ളൂ. ഇവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതാണ് 3 അന്യ സംസ്ഥാനക്കാരെ കയറ്റുന്നത്. ഏത് ബോംബെയിൽ പോയിട്ട് വെസ്റ്റ് സോൺ റെപ്രസെൻറ്റേറ്റീവായിട്ട് സുദേശ് പറഞ്ഞ പോലെ നിന്ന TC മാത്യു, ഇവിടുത്തെ അസറുദ്ദീൻ, ഫാബിദ് ഫാറൂഖ്, അക്ഷയ് ചന്ദ്രൻ, KC അക്ഷയ്, മറ്റേ ഡാരിയൽ ഫാരിയോ, കുന്നുമ്മൽ, രോഹൻ കുന്നുമ്മൽ മുതലായ അണ്ടർ 20 ടാലൻസ് ഉണ്ടായിട്ടും പോയിട്ട് അവിടെ ബോംബെ ടീമിൽ ഇല്ലാത്ത ഭവിൻ താക്കർ, ജലജ് സക്സേന, മറ്റേ ഇക്ബാൽ അബ്ദുള്ളേനെല്ലാം കൊണ്ടുപോയിട്ട് പൈസ വാങ്ങിയിട്ട കളി. ഇപ്പൊ ടീമിലിടെ രഞ്ജി ട്രോഫിയിൽ നിന്ന് പുറത്താക്കണം. കാട്ടുകള്ളന് കഞ്ഞി വെച്ചു കൊടുത്താനാണ് TC മാത്യുവും ജയേഷ് ജോർജ് എല്ലാം. അവരെ പുറത്താക്കണം. ഇതെന്ന് പറഞ്ഞാൽ കോടതി ഒരു വിധി വിധിച്ചു. സെൻട്രൽ ഗവൺമെന്റ് ഉടനടി പിരിച്ചു വിട്ടിട്ട് എഡോക് കമ്മിറ്റി ആക്കിയിട്ട് തൽക്കാലം ക്ലെൻസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇനി തിരിച്ചു വരാൻ പറ്റൂ. അവസാനമായി ശ്രീ KVS ഹരിദാസ്, അവിടെ കേന്ദ്രത്തിന്റെ കൂടി ഇടപെടലൊക്കെ
ഒക്കെ വരേണ്ട സാഹചര്യം, അവിടെ ഈ പറയുന്ന ഒളിച്ചുകളിക്ക് കേന്ദ്രം കൂടി കൂട്ടുനിൽക്കുമോ? പ്രജീഷേ, ഇതിപ്പോ ഇന്നാണ് ഒരു 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 വ്യക്തത വന്നത് ഈ വിഷയത്തിൽ. എൻ്റെ വിശ്വാസം ഇതിന് ശേഷം ഗവൺമെന്റിനും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഇതിൽ മാത്രമല്ല, ഈ IOEയുടെ കാര്യത്തിൽ നമ്മൾ മറന്നു പോകരുത്. IOEയിൽ ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഉണ്ട്, അവർ ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടെങ്കിൽ IOEക്ക് അംഗീകാരം നൽകില്ല എന്ന് പറഞ്ഞ ഒരു പിന്നാമ്പുറ കഥ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. കാരണം ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഘടനകളൊക്കെ തന്നെ അവരുടെ ചില ചട്ടങ്ങളും ആ ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് സ്വയംഭരണമൊക്കെ അവകാശമുള്ള ബോഡിയാണ് എന്നൊക്കെ പറയും. അതുകൊണ്ട് തടസ്സങ്ങളുണ്ട്, ഏറെയുണ്ട് എന്നാണ് ശ്രീ KVS പറഞ്ഞത്. വളരെ ചുരുക്കി 20 സെക്കൻഡിൽ. ഓട്ടോണോമി എന്ന് പറഞ്ഞിട്ട് കാട്ടുകള്ളന്മാർ, അതാണ് തമിഴ്നാട് സൊസൈറ്റീസ് ആക്ടിൽ BCCIയും IOA കൽമാടീനെല്ലാം തിരിച്ചെടുക്കുന്നത്. ഇത് നോക്കി നിൽക്കുന്ന ഇവിടെ കള്ളപ്പണത്തിനെ പിടിക്കാൻ ഈ ഞങ്ങളെ 500ഉം 2000ഉം 1000 ഉറുപ്പിയും നീക്കിയ നരേന്ദ്രമോദിയാ നോക്കി നിൽക്കുന്നത്. അത് അനങ്ങാണ്ട് 56 ഇഞ്ച് ഉണ്ടായിട്ട് എന്തേലും ഒളിച്ചു കളിക്കുന്നത്. അവർക്ക് ലളിത് മോഡിനെ സേവ് ചെയ്യണം, വിജയ് മല്യനെ സേവ് ചെയ്യണം. ആ കമ്മീഷനിലാണ് അവർ പോകുന്നത്. അവരുടെ കള്ളക്കളി, വീഡിയോകോൺ കള്ളക്കളി, കോർപ്പറേറ്റ് സൈറ്റിലെ കള്ളക്കളി പുറത്താവും. അതുകൊണ്ടാണ് ഈ 56 ഇഞ്ച് ചുരുങ്ങിയിട്ട് 6 ഇഞ്ചായി പോകുന്നു. ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കി റിലയൻസിനും RCBയും കള്ളപ്പണം വെളുപ്പിക്കുന്നത് IPL ആണ്. ഹലോ, 20 സെക്കൻഡ് എന്നോടാണോ പ്രജീഷ? സമയക്കുറവുണ്ട്, അതുകൊണ്ട്. പ്രജീഷേ, എനിക്ക് ദേവദാസ് പറഞ്ഞത് ഇങ്ങനെ ആക്ഷേപം എല്ലാവർക്കും എതിരായിട്ട് ഉന്നയിച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് വ്യക്തിപരമായിട്ട് നമ്മൾ ആരെങ്കിലും ലളിത് മോഡിനെ പിടിച്ചോ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുകയാണ്. അത് ക്രിക്കറ്റിന് മാത്രമല്ല, അല്ല ക്രിക്കറ്റിന് മാത്രമല്ല മറ്റ് മേഖലകളിലേക്കും കടക്കണം. ഇപ്പൊ കേരളത്തിലും നമുക്കറിയാം, കേരളത്തിലെ സ്പോർട്സ് ബോഡീസിന്റെ മുഴുവൻ ഇതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. എന്ത് ചെയ്തു നരേന്ദ്രമോദി? എന്തായാലും സമയക്കുറവ് കൊണ്ട് അധികരിലേക്ക് പോകാൻ കഴിയുന്നില്ല. ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടുമ്പോഴും കോടതി അതിന് മുൻകൈയെടുക്കുമ്പോഴും ഇനി പ്രായോഗിക തലത്തിൽ പല ചോദ്യങ്ങളും ബാക്കിയാവുന്നു. സുദേശ് ചർച്ചയിൽ പങ്കുചേർന്നു. ഒപ്പം KVS ഹരിദാസ്, ദേവദാസ്. TC മാത്യുവിനെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അദ്ദേഹത്തെ ലഭിച്ചില്ല.